ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇനിയുള്ള സമയം നമുക്ക് വിശുദ്ധ തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാനുള്ള സമയമാണ്. ആയതിനായിട്ട് നമുക്ക് ഒരു വചനഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നുവെന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. മതി. യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ച ഒരു ചോദ്യമാണ്, നിങ്ങളോ എന്നെ ഞാൻ ആരെന്ന് പറയുന്നു. ഇത് വളരെ സ്ഫുടമായി തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. ആ ചോദ്യവും അതിനുള്ള മറുപടിയും. ഇത്ര കൃത്യമായി ഈ വിഷയം ബൈബിളിൽ ഉണ്ടായിരിക്കെ നമ്മൾ നിരന്തരം നേരിടുന്ന ഒരു ചോദ്യമാണ്, യേശുക്രിസ്തു ആരാ? ബൈബിളിൽ സ്ഫുടമായി തന്നെ ഉണ്ട് യേശുക്രിസ്തു ആരാണ്. അതുണ്ടായിരിക്കെ എന്തിനാണ് ഇവർ നമ്മളോട് ചോദിക്കുന്നത്, അല്ലെ നമ്മളെ കൊണ്ട് മറുപടി പറയിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തു ആരാണ്? സുഹൃത്തെ, ബൈബിൾ വായിച്ചാൽ പോരെ. നിങ്ങൾ ബൈബിൾ വായിച്ചെങ്കിൽ നിങ്ങൾക്ക് ആ ചോദ്യം ഉണ്ടാകുകയില്ല എന്നാണ് നമുക്ക് അവരോട് പറയാൻ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യമാണ്. വിശുദ്ധ തിരുവെഴുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ജനങ്ങളുടെ വിലയിരുത്തലുകളെ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ തന്നെ നമ്മൾ ഈ വായിച്ച വചനഭാഗത്തിന്റെ അല്പം പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ വാക്യം 13 മുതൽ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഫിലിപ്പിന്റെ കൈസരിയയിൽ വെച്ച് യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യം തുടങ്ങുകയാണ്. അവിടെ യേശു ചോദിക്കുന്നത് എന്താണ്? മത്തായി 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. യേശു ഫിലിപ്പിന്റെ കൈസരിയ പ്രദേശത്തെത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു ചോദിച്ചു. ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അതിന് ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, ചിലർ പറഞ്ഞു യോഹന്നാൻ സ്നാപകനാണ്, മറ്റു ചിലർ ഏലിയാവെന്നും, മറ്റു ചിലർ പറഞ്ഞു ഏലിയാവാണ്, വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു. മറ്റു ചിലർ പറയുന്നു ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുവനോ ആണെന്ന് പറയുന്നു. നിങ്ങളോ? ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് യേശു ചോദിക്കുന്നത്. അപ്പൊ ഈ നാട്ടുകാർ പലരും പറയുന്ന അഭിപ്രായങ്ങൾ പലതും ഇവിടെ ശിഷ്യന്മാര് പറഞ്ഞു. നമ്മളിപ്പോ കേട്ടതുപോലെ പ്രവാചകന്മാരിൽ ഒരുത്തനെന്ന് പറയുന്ന ആൾക്കാർ പിൽക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. യേശുക്രിസ്തുവിന് 600 വർഷത്തോളം ശേഷം ചില ആൾക്കാര് യേശുക്രിസ്തുവിനെ പ്രവാചകന്മാരിൽ ഒരുവനാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതൊന്നും പുതിയ കാര്യമല്ല, പണ്ടേയുള്ള കാര്യമാണ്. യേശു പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന് നമ്മളാരും പറയാറില്ല. യേശു ദൈവത്തിന്റെ പ്രവാചകനാണ് എന്ന് വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നതുകൊണ്ട് നമ്മൾ അത് പറയും. യേശു ദൈവത്തിന്റെ പുരോഹിതനാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നതുകൊണ്ട് നമ്മൾ അത് പറയും. യേശു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നതുകൊണ്ട് നമ്മൾ അത് പറയും. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ തിരുവെഴുത്ത് ആധികാരികമായി പഠിപ്പിക്കുന്ന സകലതും നമുക്ക് സ്വീകാര്യമാണ്. അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ യേശുക്രിസ്തുവിന്റെ പദവികളെ കുറിച്ചുണ്ട്. അവൻ ദൈവത്തിന്റെ അഭിഷിക്തനാണ്, ദൈവത്തിന്റെ പരിശുദ്ധനാണ്, ദൈവത്തിന്റെ പുത്രനാണ്, ദൈവത്തിന്റെ ദാസനാണ് എന്നൊക്കെ ബൈബിളിലുണ്ട്. നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം എടുക്കുന്നവരല്ല. യേശുക്രിസ്തുവിന് ബൈബിൾ കൽപ്പിക്കുന്ന പദവികൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മൾ എടുക്കുന്നതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പദവിയിൽ മാത്രം ഹോൾഡ് ചെയ്യുന്നതല്ല നമ്മുടെ നിലപാട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തു ആര് എന്ന ചോദ്യത്തിന് വളരെ സ്ഫുടമായ മറുപടി തന്നെ ശിമോൻ പത്രോസ് പറഞ്ഞത് നമ്മൾ വായിച്ചു കേട്ടതാണ്. അക്കാര്യം യേശുക്രിസ്തു സാക്ഷ്യപ്പെടുത്തിയതാണ്.
അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യന്റെ കാൽക്കുലേഷനിലോ മനുഷ്യന്റെ നിഗമനത്തിലോ ഒന്നും ഉണ്ടാകുന്ന ഒരു പദവിയെ അല്ല അവിടെ പറഞ്ഞിരിക്കുന്നതെന്നാണ് കർത്താവായ യേശു ക്രിസ്തു ശിമോൻ പത്രോസിന്റെ മറുപടിയെ സാക്ഷ്യപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. എന്താണ് പറഞ്ഞത്? നീ അല്ല, അതിനു മുമ്പേ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പൊ യേശു ക്രിസ്തു ആരാണെന്നുള്ളത് ഇവിടെ വളരെ കൃത്യമായി പത്രോസ്ലീഹ പറഞ്ഞത് എന്താണ്? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് യേശുക്രിസ്തു അതിന് മറുപടിയായി പറഞ്ഞത് തൊട്ട് താഴോട്ട് നമ്മൾ വായിക്കുന്നത്, ബർജോനാ ശിമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു അതിനെ വ്യക്തമായി പത്രോസിന്റെ പ്രസ്താവനയെ ഉറപ്പിച്ച് സർട്ടിഫൈ ചെയ്യുകയാണ്. ജഡരക്തങ്ങളുടെ കാൽക്കുലേഷനിൽ കൂടി ഉണ്ടാക്കിയ ഒരു പദവിയല്ല നീ പ്രസ്താവിച്ചത്, മറിച്ച് സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നു. അപ്പൊ പത്രോസ് പറഞ്ഞ ഈ പ്രസ്താവന ആര് കൊടുത്ത വെളിപ്പാടാണ്? സ്വർഗസ്ഥനായ പിതാവ്. പലരും യേശുക്രിസ്തുവിനൊരു പിതാവില്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. യേശുക്രിസ്തുവിനൊരു പിതാവില്ല എന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. യേശുക്രിസ്തു തന്നെയാണ് പിതാവെന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ മുഖത്തിട്ടൊരു തേപ്പ് കൊടുത്തുകൊണ്ട് യേശുക്രിസ്തു പറയുകയാണ് യേശുക്രിസ്തുവിന് സ്വർഗസ്ഥനായ പിതാവുണ്ടെന്ന്. സ്വർഗസ്ഥനായ പിതാവുണ്ട്. ആ സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി കൊടുത്തതാണ് ഇവിടെ ശിമോൻ പത്രോസ് പ്രസ്താവിച്ചത്. മനുഷ്യന്റെ നിഗമനങ്ങളിലും മനുഷ്യന്റെ കണക്കുകൂട്ടലുകളിലും ഒന്നും ഉൾപ്പെടാത്ത ഒരു മഹത്തായ പദവിയാണ് കർത്താവായ യേശുക്രിസ്തുവിനുള്ളതെന്ന് കർത്താവായ യേശുക്രിസ്തു സാക്ഷ്യപ്പെടുത്തിയത്. അത് സ്വർഗസ്ഥനായ പിതാവ് ശിമോൻ പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തതാണെന്നുള്ളത് വിശുദ്ധ തിരുവെഴുത്ത് വളരെ സ്ഫുടതയോടെ പറയുകയാണ്. ഇതിനു മീതെ ഒരു പദവി ബൈബിളിൽ യേശുവിന് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നുള്ള പരമോന്നത പദവിക്ക് മുകളിലേക്കൊരു പദവി യേശുക്രിസ്തുവിന് കൽപ്പിച്ചു നൽകി യേശുവിനെ അപമാനിക്കുവാൻ നമ്മളാരും ശ്രമിക്കാത്തത്. പലരും യേശുവിനെ അവഹേളിക്കുന്ന നിലയിൽ യേശുക്രിസ്തുവിന് ബൈബിൾ കൽപ്പിച്ചു കൊടുക്കാത്ത പദവി കൽപ്പിച്ചു കൊടുത്ത് യേശുക്രിസ്തുവിനെ അപമാനിക്കുന്നതും അവഹേളിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ നമുക്ക് ചെയ്യുവാനുള്ളത് വിശുദ്ധ തിരുവെഴുത്ത് യേശുക്രിസ്തുവിന് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന പദവി എന്തുണ്ടോ അത് മാത്രമേ പറയുവാൻ നമുക്ക് അവകാശമുള്ളൂ. അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനിയും വീണ്ടും നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ അതിന്റെ 4-ാം അധ്യായത്തിലേക്ക് വരിക. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നാട്ടുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 22-ാം വാക്യം യേശുവിനെ കുറിച്ച് നാട്ടുകാർ പറയുന്ന ഒരു കാര്യം. എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസഫിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. മതി. യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടിട്ട് അവിടെ നാട്ടുകാരൊക്കെ യേശുവിനെ പുകഴ്ത്തി. ആ പുകഴ്ത്തിയ ആൾക്കാർ യേശുവിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇവൻ ആരാണെന്നാ പറഞ്ഞത്? യോസഫിന്റെ മകനല്ലയോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നാട്ടുകാരുടെ അറിവിൽ യേശു ആരാണ്? യോസഫിന്റെ മകനാണ്. അപ്പോൾ ഇങ്ങനെ ജഡരക്തങ്ങളുടെ വിലയിരുത്തലുകളിൽ യേശുവിനുള്ള സ്ഥാനമെന്ന് പറയുന്നത് യോസഫിന്റെ മകനല്ലയോ എന്നുള്ളതാണ്. യോസഫിന്റെ മകനായ യേശു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് ആൾക്കാർ ആശ്ചര്യപ്പെട്ടു. എന്ന് വെച്ചാൽ നാട്ടുകാർ യേശുവിനെയും യോസഫിനെയും മറിയത്തെയും ഒക്കെ അറിയുന്ന നാട്ടുകാർ പറഞ്ഞത് കണ്ടിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇവൻ യോസഫിന്റെ മകനല്ലയോ എന്ന്. മനസ്സിലായോ? ഓക്കെ,
എന്നിട്ട് ഇനി നമ്മൾ വായിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ച്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യം. യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. ഇതാരാ വിളിക്കുന്നത്? അതിന് തൊട്ട് മുകളിൽ നോക്കിക്കേ. മർക്കോസ് 5-ന്റെ അതിന്റെ തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുള്ളത് ആരാ വിളിക്കുന്നതെന്ന്. ഗദരദേശത്ത് അശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യൻ അവൻ പടകിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്നവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചുകൂടായിരുന്നു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ട് അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചു കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇവിടെ ഇതാരാ വിളിക്കുന്നത്? അശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യൻ. അപ്പം വിളിച്ചതാരാണ്? ആ മനുഷ്യനാണോ വിളിച്ചത്, അതോ അവനിൽ നിറഞ്ഞു നിൽക്കുന്ന അശുദ്ധാത്മാവാണോ വിളിച്ചത്? അശുദ്ധാത്മാവാണ് വിളിക്കുന്നത്. അശുദ്ധാത്മാവ് അവിടെ ഉറക്ക നിലവിളിച്ചുകൊണ്ട്, അതായത് അതിന്റെ 6-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിച്ചു. യേശു എന്ത് ചെയ്തു? അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ അശുദ്ധാത്മാവ് ബാധിച്ചതായ മനുഷ്യൻ അശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ യേശുവിനെ വിളിക്കുന്നത് ആരെന്നാ വിളിച്ചത്? മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്നാണ് വിളിച്ചത്. നമ്മൾ ഇതിനോട് ചേർത്ത് യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം കൂടെ ഒന്ന് വായിക്കണം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിശാചുക്കള് ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നുണ്ട്, വിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പലരും നമ്മൾ ഏകദൈവ വിശ്വാസം പറയുമ്പോൾ ഈ വാക്യം എടുത്തുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരും. മനസ്സിലായോ? അപ്പോൾ ഇവരുദ്ദേശിക്കുന്നതായ ഈ പിശാചുക്കൾ ദൈവം ഏകനെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പിശാചുക്കൾ ദൈവം ഏകനെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എങ്കിൽ, ഇങ്ങനെ ഏകനെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്ന ഈ പിശാചുക്കൾക്ക് ദൈവം ഒരേ ഒരുവനായ ആ ദൈവം ആരെന്ന് കൂടി അറിയാമായിട്ടല്ലേ? അപ്പോൾ ഈ പറഞ്ഞ ദുരാത്മാവ് ബാധിച്ച മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശുവിനെ നമസ്കരിച്ചു എന്നൊക്കെ ശരിയാ. പക്ഷേ ചെയ്തത് എന്താണ്? യേശുവാണ് മഹോന്നതനായ ദൈവമെന്ന് പറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം ഏകനെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്ന പിശാചുക്കൾക്ക് ദൈവം ഏകനാണെന്നും ആ ദൈവം ആരെന്നും അറിയാമെങ്കിൽ അത് യേശുവാണെന്ന് അവൻ പറയണ്ടേ? യേശുവാണെങ്കിൽ. പക്ഷെ ഇവിടെ യേശുവിനെ വിളിക്കുന്നത് മഹോന്നതനായ ദൈവമേ എന്നല്ല, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്നാണ്. അപ്പോൾ പിശാചിനറിയാം ദൈവം ഒരുവനെന്നും ആ ദൈവം ആരാണെന്നും. അത് യേശുക്രിസ്തുവിന്റെ പിതാവാണെന്ന് പിശാചിനറിയാം. ദുരാത്മാവ് ബാധിച്ച മനുഷ്യൻ അവിടെ യേശുവിനെ വിളിക്കുന്നത് മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്നാണ്. പൗലോസ്ലീഹയ്ക്കുണ്ടായ ഒരു എൻകൗണ്ടർ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. 22-ാം അധ്യായത്തിൽ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ
15-ാം വാക്യത്തിലേക്ക് വരാം. അതേ പൗലോസ് തന്റെ സാക്ഷ്യം വിവരിക്കുന്നതാണ്. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷി. അവിടെ അനന്യാസ് എന്ന് പറയുന്ന ഒരു പുരുഷൻ പൗലോസിന്റെ അടുക്കൽ വന്നിട്ട് പൗലോസിനോട് പറയുന്ന ഭാഗമാണ് പൗലോസ് ഇവിടെ സാക്ഷ്യമായി പറയുന്നത്. അതായത് പൗലോസിന് എൻകൗണ്ടർ ഉണ്ടായ ശേഷം അനന്യാസ് എന്ന് പറയുന്ന പുരുഷൻ പൗലോസിന്റെ അടുക്കൽ വന്നിട്ട് പൗലോസിനോട് സംസാരിച്ച ഭാഗമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇനി വായിക്കും. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയായി തീരും. ഇനി താമസിക്കുന്നത് എന്ത്? അതിന്റെ മുകളിലത്തെ 15-ാം വാക്യം ഞാൻ പറഞ്ഞത്, അതിന്റെ മുകളിൽ നിന്ന് വരിക. 14-ാം വാക്യം. അപ്പോൾ അവൻ എന്നോട്, അനന്യാസ് പൗലോസിനോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിയുവാനും. ആരാ പിതാക്കന്മാരുടെ ദൈവം? ആരാണ് പിതാക്കന്മാരുടെ ദൈവം? നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം എബ്രായനായ അനന്യാസ്, ഇസ്രായേല്യനായ യഹൂദനായ അനന്യാസ് പൗലോസിനോട് പറയുന്ന പിതാക്കന്മാരുടെ ദൈവമെന്ന് പറയുന്നത് പലരും അവഹേളിച്ചു കൊണ്ടിരിക്കുന്ന യഹോവ യഹൂദന്മാരുടെ ഗോത്ര ദൈവമാണെന്നൊക്കെ അവഹേളിച്ചു കൊണ്ടിരിക്കുന്ന ആ ദൈവമാണ് പിതാക്കന്മാരുടെ ദൈവം. അത് യേശുക്രിസ്തുവാണെന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട്. യേശുക്രിസ്തുവാണ് യഹോവ എന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ പൗലോസ്ലീഹ തന്റെ വാക്കുകൾ കൂടി വ്യക്തമാക്കുന്നത് എന്താണ്? അവിടെ അനന്യാസ് വന്ന് പൗലോസിനോട് പറയുന്നത്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിയുവാൻ, പിതാക്കന്മാരുടെ ദൈവത്തിന്റെ ഇഷ്ടം അറിയുവാൻ, നീതിമാനായവനെ കാണുവാനും. അപ്പൊ ഇവിടെ രണ്ടുപേരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് പിതാക്കന്മാരുടെ ദൈവത്തെ കുറിച്ച്, രണ്ട് നീതിമാനായവനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരെ കുറിച്ചാണ് ഇവിടെ അനന്യാസ് പൗലോസിനോട് പറയുന്നത്. മനസ്സിലായോ? പിതാക്കന്മാരുടെ ദൈവം വായിക്കേ. നിന്നെ തന്റെ ഇഷ്ടം അറിയുവാൻ, പിതാക്കന്മാരുടെ ദൈവത്തിന്റെ ഇഷ്ടം അറിയുവാനും, നീതിമാനായവനെ കാണുവാനും. അപ്പോൾ നീതിമാനായവൻ ആരാണ്? അറിയത്തില്ലെങ്കിൽ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചേ. 13-ഉം 14-ഉം വായിച്ചോ. അപ്പോസ്തലപ്രവൃത്തി 3-ന്റെ 13-ഉം 14-ഉം വായിച്ചോ. നീതിമാനായവൻ എന്നുള്ള പ്രയോഗം ആർക്കാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. അപ്പൊ പിതാക്കന്മാരുടെ ദൈവം ആരാണ്? അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായവനെന്ന്, പിതാക്കന്മാരുടെ ദൈവമെന്ന് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന യാഹോവ എന്ന് എന്നേക്കും നാമമുള്ളവനായവനാണ്. പുറപ്പാട് 3-ന്റെ 15-ൽ ദൈവം പിന്നെയും മോശയോട്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമായ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായ യാഹോവ എന്ന് എന്നേക്കും നാമമുള്ളവന്റെ ആരാണ്? യേശു എന്നാണ് പത്രോസ്ലീഹ ഇവിടെ പറയുന്നത്. കുറച്ചു മുമ്പേ നമ്മൾ വായിച്ച വാക്യത്തിൽ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞിരിക്കുന്ന പത്രോസ്ലീഹയാണ് ഇവിടെ യഹൂദന്മാരോട് പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തി 3-ന്റെ 13-ൽ പറയുന്നത്, അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മാറ്റപ്പെടുത്തി. അപ്പോൾ യേശു ഈ പറഞ്ഞ യഹോവയുടെ ആരാണ്?
ദാസനാണെന്ന് പത്രോസ്ലീഹ പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, യേശുവിന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു പദവിയല്ല, എല്ലാ പദവികളെയും നമ്മൾ ഒന്നുപോലും വിട്ടുകളയാതെ ഒരുപോലെ സ്വീകരിക്കുന്നതാണ് ആധികാരികമായ പദവി. നാട്ടുകാർ പറഞ്ഞ യോസഫിന്റെ മകനെന്ന പദവിയല്ല, ഇങ്ങനെ മറ്റുള്ള പലരും പറയുന്ന പല പദവികളല്ല, മറിച്ച് വിശുദ്ധ തിരുവെഴുത്ത് ആധികാരികമായി പഠിപ്പിക്കുന്ന സകല പദവികളെയും നമ്മൾ അംഗീകരിക്കുന്നവരാണ്. അപ്പോൾ യഹോവയാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത് ഭൂലോക അബദ്ധമാണ്, ബൈബിൾ വിരുദ്ധമാണ്. യഹോവ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരേ ഒരുവനെ കുറിച്ചാണ്, ഒരുത്തൻ മാത്രം യഹോവയെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, 20-ാം വാക്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ യഹോവ തന്നെ പറയുന്നു, ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല എന്ന്. അപ്പോൾ ഒന്നിലധികം പേരല്ല യഹോവ, ഒരേ ഒരുവൻ മാത്രമാണ് യഹോവയെന്ന് യഹോവയായ ദൈവം തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഒരേ ഒരുവൻ മാത്രമായ യഹോവയാണ് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാക്കന്മാരുടെ ദൈവമെന്ന് മോശയോട് അരുളി ചെയ്തത്. ആ പിതാക്കന്മാരുടെ ദൈവം ഇവിടെ എന്ത് ചെയ്ത? ദൈവത്തെ അറിയുവാനും അവന്റെ വായിച്ചേ 14-ാം വാക്യം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിയുവാനും നീതിമാനായവനെ കാണുവാനും. ആരെ കാണുന്ന കാര്യമാണ്? നീതിമാനായവനെ കാണുന്ന കാര്യമാണ്. ആ നീതിമാൻ ആരാണ് എന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നമ്മൾ വായിക്കുന്നത്. വായിച്ചോ. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. അതിന് തൊട്ട് മുകളിൽ ഇച്ചിരി എഴുതിയിട്ടില്ലയോ? വായിച്ചോ. അവൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി, തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. അവനെ യേശുവിനെ, യഹോവയുടെ ദാസനായ യേശുവിനെ ഈ യഹൂദന്മാർ ഏൽപ്പിച്ചു കൊടുക്കുകയും വിട്ടയപ്പാൻ വിധിച്ച ഈ യേശുവിനെ വിട്ടയപ്പാൻ വിധിച്ചതായ പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. മനസ്സിലായോ? എന്നിട്ട് പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. ആരാണത്? ഈ യഹോവയുടെ ദാസനായ യേശു. ആ യേശുവിനെയാണ് ഇവിടെ പരിശുദ്ധനും നീതിമാനുമായവനെന്ന് യേശുവിനോട് കൂടെ നടന്ന അപ്പോസ്തലന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ഇഷ്ടമറിയുവാനും നീതിമാനായവനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾക്കുവാനും നിന്നെ നിയമിച്ചിരിക്കുന്നു എന്ന് പൗലോസ്ലീഹായോട് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ വചനങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന അടിസ്ഥാനപരമായ ഒരു സത്യമെന്ന് പറയുന്നത് യേശുക്രിസ്തു യഹോവയാണെന്നല്ല, മറിച്ച് യഹോവയുടെ ദാസനാണ്, യഹോവയുടെ പരിശുദ്ധനാണ്, യഹോവയുടെ നീതിമാനാണ് എന്നിങ്ങനെ വിശുദ്ധ തിരുവെഴുത്ത് യേശുക്രിസ്തുവിന് നൽകുന്ന വിവിധമായ പദവികളെയാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ യേശുവിനെ കുറിച്ച് അവൻ ആരെന്ന ചോദ്യത്തിന് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന പരമോന്നത പദവിയാണ് അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുള്ളത്. അതിനോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത് ഈ യഹോവയുടെ ദാസനാണ് യേശു എന്നുള്ളതും. അതിനോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത് യഹോവയുടെ പരിശുദ്ധനാണ് യേശുവെന്നും. അതിനോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത് യഹോവയുടെ അഭിഷിക്തനാണ് യേശുവെന്നും. ഇങ്ങനെ അനേക പദവികളുള്ള യേശുവിന് ബൈബിൾ കൽപ്പിക്കുന്ന പരമോന്നത പദവിയാണ് ജഡരക്തങ്ങളുടെ വെളിപ്പാടല്ലാതെ യേശുവിന്റെ ദൈവമായ സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി കൊടുത്ത് ശിമോൻ പത്രോസ് പ്രസ്താവിച്ച് യേശു സാക്ഷ്യപ്പെടുത്തിയ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന പദവി. ഇതിന് മീതേക്കൊരു പദവി
വിശുദ്ധ ബൈബിളിൽ യേശു ക്രിസ്തുവിന് പറഞ്ഞിട്ടേയില്ല. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന പദവിക്ക് മീതെ ഒരു പദവി യേശു ക്രിസ്തുവിന് വിശുദ്ധ ബൈബിളിൽ ആരും പറഞ്ഞിട്ടില്ല. എന്നിരിക്കെ യേശുവിനില്ലാത്ത പദവികൾ കൽപ്പിച്ചു കൊടുത്ത് ബൈബിളിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും ബൈബിളിൽ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് ഈ യേശുവിനെ അവഹേളിക്കുവാനും ശ്രമിക്കുന്നവർ ചെയ്യുന്നത് തികച്ചും ദൈവദൂഷണമാണ്. യേശു ദൈവത്തോട് സമനാണെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. യേശു ദൈവത്തിൽ ഒരുവനാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. കഴിഞ്ഞ ദിവസവും ഒരു പ്രമുഖ പാസ്റ്റർ ഒരിടത്ത് കമന്റ് ഇട്ടത് ഞാൻ കണ്ടു. മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ സ്നാനപ്പെടുത്തുന്നതിനെ കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന വാക്യം ഇട്ടിട്ട് പിന്നെ ആശീർവാദ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു, പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നു. ആശീർവാദ വാക്യം എന്ന് പറഞ്ഞ് ഇവർ ഉദ്ധരിച്ചിരിക്കുന്ന 2 കൊരിന്ത്യർ 13 അധ്യായത്തിന്റെ 14 വാക്യം ഒന്ന് വായിച്ചേ. അവിടെ 2 കൊരിന്ത്യർ 13 അധ്യായത്തിന്റെ 14 വാക്യം ഇവരുദ്ദേശിക്കുന്ന വല്ല ആനയോ കൂനയോ അവിടെ ഉണ്ടോ എന്നുള്ളത് വായിച്ചേ. 2 കൊരിന്ത്യർ 13 അധ്യായം 14 വാക്യം. ആശീർവാദം പറയുമ്പോൾ നമ്മളും പറയുന്ന കാര്യം എല്ലാ ആശീർവാദത്തിലും ഞാൻ ഉദ്ധരിക്കുന്ന വചനഭാഗം തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ആരുടെ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും. അപ്പൊ ഇവിടെ ദൈവത്തിൽ 3 പേരുണ്ടെന്ന് വല്ലതും എഴുതിയിട്ടുണ്ടോ? ദൈവത്തിന്റെ സ്നേഹമെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് അവിടെ. അതുകൂടാതെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും എന്ന് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സഹവാസം അത് യേശു പിതാവിനോട് ചോദിച്ച് വാങ്ങിച്ചയച്ചു തന്നതാണ്. ആ സഹവാസം, ഞാൻ ഒരു നാളും നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ നിങ്ങൾക്ക് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ അയച്ചു തരും. ഈ കാര്യസ്ഥനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 26 വാക്യത്തിൽ യേശു എടുത്തു പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥന്റെ അടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്നേക്കും കൂടെ ഇരിക്കേണ്ടതിന്, സഹവസിക്കേണ്ടതിനായിട്ട് യേശുവിന്റെ അപേക്ഷ പ്രകാരം ദൈവത്താൽ അയക്കപ്പെട്ടതായ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥന്റെ സഹവാസം നമ്മോട് കൂടെ ഇരിക്കട്ടെ എന്ന് പൗലോസ്ലീഹ ആശീർവാദ വാക്യത്തിൽ പറയുന്നുണ്ട്. അവിടെ ദൈവത്തെ എടുത്ത് വേറെയാണ് പറയുന്നത്. അവിടെ പിതാവായ ദൈവം എന്നൊന്നുമല്ല പറഞ്ഞത്, ദൈവത്തിന്റെ സ്നേഹവും എന്നാണ് പറഞ്ഞത്. ഈ പറയുന്ന ആൾക്കാർ വിചാരിക്കുന്ന ഒരു ആനയും കൂനയും അവിടെ ഇല്ല. അവരുടെ ഈ തൃത്വവാദം ഒന്നും സ്ഥാപിക്കാനൊന്നും അവിടെങ്ങും ഒന്നുമില്ല. അവിടെങ്ങും തൃത്വം ഒന്നുമില്ല കേട്ടോ. ഒരു തൃത്വവും ഇല്ല ബൈബിളില്. മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അവിടെങ്ങും ദൈവത്തിൽ 3 വ്യക്തികളുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഒരു തൃത്വവും ബൈബിളിലില്ല. ബൈബിൾ പഠിപ്പിക്കുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള മോണോതീസമാണ്. മോണോൻ അലിത്തിനോൻ തെയോൺ, ഒരേ ഒരു സത്യദൈവം. ഈ ചിലരൊക്കെ ഇതിനെ അങ്ങ് മുറിക്കും, സത്യദൈവം എന്നുള്ളതിനെ മുറിച്ച് സത്യമെന്നും പറഞ്ഞുകൊണ്ട് നടക്കും. വെറും ടൈം വേസ്റ്റിംഗ് എലമെന്റ്സ് ആണ് ഇവരൊക്കെ. അവിടെ സത്യദൈവം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺലി ട്രൂ ഗോഡ്, ഒരേ ഒരു സത്യദൈവം. രണ്ടാമതൊരു സത്യദൈവത്തിന് ഒരു സാധ്യതയും ഇടാതെ വണ്ണം ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു പറഞ്ഞു തന്നു. യേശു ക്രിസ്തുവിനെ അയച്ചവനാണ് ഒരേ ഒരു സത്യദൈവം. ഈ വിവേകം പ്രാപിച്ചവരെ കുറിച്ചാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, ദൈവത്തിന്റെ പുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. ആ വിവേകം ലഭിച്ചവർക്ക് യേശു ആരാണ്? സത്യദൈവത്തിന്റെ പുത്രനാണ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിലും അവിടുത്തെ പുത്രനായ ക്രിസ്തുവിലുമാകുന്നു. ഇതാകുന്നു സത്യദൈവവും നിത്യജീവവും. ഏത്?
ദൈവത്തിന്റെ പുത്രൻ വന്ന് പറഞ്ഞു തന്നത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. ആ വിവേകം പ്രാപിച്ചവർ അതിന് വിപരീതമായ ഒരു ഉപദേശത്തിന്റെ പിന്നാലെ പോകുകയേയില്ല. ദൈവത്തിന്റെ പുത്രൻ വന്ന് പറഞ്ഞു തന്നതാണ് ബൈബിളിലെ പ്രഥമസ്ഥാനീയമായ ഉപദേശം എന്ന് പറയുന്നത്. അതിന് വിപരീതമായി ഏതവൻ പറഞ്ഞാലും നോ വേ ടു അക്സെപ്റ്റ് ഇറ്റ്. അത് സ്വീകരിക്കാൻ ഒരു സാധ്യതയുമില്ല, ഒരു വഴിയുമില്ല. ആർക്ക്? തിരുവെഴുത്തുകളെ സത്യസന്ധമായി പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസിക്ക്, ക്രിസ്ത്യാനിക്ക് ദൈവത്തിന്റെ പുത്രൻ പഠിപ്പിച്ചു തന്നതാണ് പ്രഥമസ്ഥാനം. ആ വിവേകം പ്രാപിച്ചവനെ വളയ്ക്കാനും തിരിക്കാനും ലോകത്തൊരുത്തനും കഴിയത്തില്ല, ഒരുത്തനും കഴിയത്തില്ല. കാരണം അവന്റെ ഉള്ളത്തിൽ, ആഴത്തിൽ അത് എൻഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്, ആഴത്തിൽ വേരൂന്നിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഓൺലി ട്രൂ ഗോഡ്. യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഒരേയൊരു സത്യദൈവം. യേശുക്രിസ്തുവിനെ അയച്ചത് പിതാവാണെന്നുള്ള തിരുവെഴുത്തിലെ അടിസ്ഥാനപരമായ സത്യം ദൈവത്തിന്റെ പുത്രൻ വന്ന് പഠിപ്പിച്ചു തന്നത് നിത്യജീവനാണ് എന്ന് അംഗീകരിച്ചിരിക്കുന്ന, കൈക്കൊണ്ടിരിക്കുന്ന ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് ഈ സത്യത്തെ പറിച്ചെടുക്കുവാൻ കഴിയത്തില്ല. നമ്മൾ യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനത്തില് ഒരു വാക്യം വായിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രാധാന്യത്തെയാണ് കാണിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തില് ഒരു വാക്യം കൂടെ ചൂണ്ടിക്കാണിച്ച് ഞാൻ നിർത്തുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 21-ാം വാക്യം, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വളരെ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകതയെ കുറിച്ചാണ് പറയുന്നത്. വായിച്ചേ. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നമ്മുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും ബാക്കി വിട്ട് കളഞ്ഞിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം. ഉൾനട്ടം എന്നുള്ള പദത്തിന് ഡീപ്പ് റൂട്ടഡ്, എൻഗ്രാഫ്റ്റഡ് എന്നൊക്കെയാണ് ആംഗലേയ ഭാഷയിൽ നമ്മൾ കാണുന്നത്. എൻഗ്രാഫ്റ്റഡ്, ഡീപ്പ് റൂട്ടഡ്. പിന്നെ ഒരു വാക്കോട് ഉപയോഗിക്കുന്നുണ്ട്, ഇംപ്ലാന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനും പറിച്ചെടുക്കുവാൻ കഴിയാതെ വണ്ണം ആഴത്തിൽ വേരൂന്നി വളർന്നിരിക്കുന്ന ആ ശക്തിയുള്ളതായ വചനമാണ് നമ്മുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള വചനം. അത് നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് അങ്ങോട്ട് വേരൂന്നി കഴിഞ്ഞാൽ, അത് ശക്തിയോടെ വളരുവാൻ തുടങ്ങിയാൽ ഈ ലോകത്തിലുള്ള ഒരു ദുഷ്ടശക്തിക്കും ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്ന് നമ്മെ പറിച്ചു മാറ്റുവാൻ കഴിയുകയില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ഉള്ളത്തിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നത് നമ്മുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള വചനമാണ്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ ദൈവത്തിന്റെ പുത്രൻ പറഞ്ഞു തന്നത് യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഒരേയൊരു സത്യദൈവമെന്നാണ്. അതങ്ങോട്ട് വേരൂന്നി കഴിഞ്ഞു. യേശുക്രിസ്തുവിനെ അയച്ചത് പിതാവാണെന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ അതും വേരൂന്നി കഴിഞ്ഞു. ഈ വിവേകം പ്രാപിച്ചവനാണ്, അവരെ കുറിച്ചാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, ദൈവത്തിന്റെ പുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിലും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിലുമാകുന്നു. അപ്പൊ ആരാ സത്യദൈവം എന്നാ യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ പറയുന്നത്? യേശുക്രിസ്തുവിന്റെ പിതാവാണ് സത്യദൈവമെന്ന്. മനസ്സിലായോ? നാം സത്യദൈവത്തിലും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിലുമാകുന്നു. ഇതാകുന്നു സത്യദൈവവും നിത്യജീവനും. യോഹന്നാൻ 17:3 ഈ കാര്യം തന്നെയുണ്ട്. സത്യദൈവവും നിത്യജീവനും. ദിസ് ഈസ് ലൈഫ് ഇറ്റേണൽ. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. എന്താണ് നിത്യജീവൻ?
യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഒരേ ഒരു സത്യദൈവമെന്നും ആ സത്യദൈവത്താൽ അയക്കപ്പെട്ടവനാണ് യേശുക്രിസ്തു എന്നുമുള്ള അറിവ് നിത്യജീവനാണ്. ആ അറിവുള്ളവൻ യേശുക്രിസ്തു പഠിപ്പിച്ച വചനം വിട്ടുമാറുകയില്ല, അവൻ അതിൽ തന്നെ നിലനിൽക്കും. ആകയാൽ യേശു പറഞ്ഞ വചനം ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ആകയാൽ എന്റെ പ്രിയരെ, യേശുക്രിസ്തു പറഞ്ഞ വചനങ്ങൾക്ക് പ്രഥമ സ്ഥാനം നൽകി അതിന് വിപരീതമായി വരുന്ന ഏത് പാരമ്പര്യ ഉപദേശമായാലും ഏതൊരുത്തിന്റെ വ്യാഖ്യാന ഫാക്ടറിയുടെ ഉൽപ്പന്നമായാലും അതിനെയൊക്കെ നേരെ എടുത്ത് ഡസ്റ്റ്ബിന്നിലേക്ക്, ചവറ്റുകുട്ടയിലേക്ക് ഇട്ടിട്ട് ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്ന് ദൈവമുള്ളവനായി വസിച്ചുകൊണ്ട് നിത്യജീവന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ചുവടുകളെ മുന്നോട്ട് വെക്കുക. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥനയോടെയും സമർപ്പണത്തോടെയും ആയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ ജോൺ ചാക്കോ പാസ്റ്റർ ജോൺ ചാക്കോ പാസ്റ്റർ.